So Catherine Welty has pointed out 3 defects of cultural materialists, and so JD is beginning to give a reply to those criticisms. Okay. Jonathan Dolomore suspects Catherine Welty for falling into what Catherine Welty has identified as a characteristic move of the power she wants to resist by producing an other as a defining difference from oneself so as to achieve meaning, visibility, effectivity. So, Jonathan Dolomore പറയുന്ന reason Catherine Welty has become a victim to power. അതായത് അധികാരത്തിന്റെ ഒരു ഇരയായിട്ട് മാറിയിരിക്കുകയാണ്. അതിന്റെ ഒരു മെയിൻ ലക്ഷണമാണ് പവറിന്റെ ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങൾ വി ഗ്രൂപ്പ് ആൻഡ് ദേ ഗ്രൂപ്പ് അങ്ങനെ പറയുന്ന 2 ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതില് പവറുള്ള ഗ്രൂപ്പും ഇല്ലാത്ത ഗ്രൂപ്പും എന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവും. ഈ പവറുള്ള ഗ്രൂപ്പുകാർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഗ്രൂപ്പിനെ കുറിച്ച് മോശമായിട്ടോ അല്ലെങ്കിൽ അവർ ബുദ്ധിയില്ലാത്തവരാണെന്നോ ഭംഗിയില്ലാത്തവരാണെന്നോ അവർ കൾച്ചറലി പുറകോട്ടുള്ള ആളുകളാണെന്നോ ഒക്കെയുള്ള അതറിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. അതായത് വി ഗ്രൂപ്പിൽ പവറിലുള്ളവരെക്കാട്ടിലും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മോശം സ്വഭാവ വിശേഷങ്ങളുള്ള ആളുകളായിട്ട് എപ്പോഴും ദേ ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പവർ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും ഒരു അതറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യയിലുള്ളവർക്ക് പാകിസ്ഥാനിലുള്ളവർക്ക് യുണൈറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോമൺ ശത്രു വേണം, നമുക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കോമൺ എനിമി ആവശ്യമാണ്. അപ്പൊ എന്താണ്? അപ്പൊ നമുക്ക് പാകിസ്ഥാനിലുള്ളവർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇങ്ങനെയാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ സ്വർഗം എന്ന് പറയുന്ന ഒരു ഐഡിയക്ക് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? നരകം എന്ന് പറയുന്ന ഒരു ഐഡിയയും കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇരുട്ടിന് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? വെളിച്ചം എന്ന് പറയുന്ന ഒരു ഐഡിയ വേണം. അല്ലെങ്കിൽ വെളിച്ചത്തിന് നിലനിൽക്കണമെങ്കിൽ ഇരുട്ടെന്ന് പറയുന്ന ഒരു ഐഡിയ വേണം. മനസ്സിലായില്ല? അങ്ങനെ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു കാര്യത്തിന് അവർ ക്രിയേറ്റ് ചെയ്യും. അതിന് അതറിനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. അതർ എപ്പോഴും ഒരു ഏലിയൻ ആയിരിക്കും, പുറമേ നിന്നുള്ളതായിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകും. അപ്പൊ ഇങ്ങനെ ഒരു അതറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്ത് പറ്റും? ആ അതർ വെച്ചിട്ടാണ് ഒന്നിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ നോക്കുക. ഇപ്പൊ രാവിലെ അല്ലെങ്കിൽ എന്താണ് ഗോഡിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയാ? ഗോഡ് ഇസ് നോട്ട് ഈവിൾ. അപ്പൊ ഈവിൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണേ? ഈവിൾ ഇങ്ങനെയുള്ള കുറെ ബാഡ് തിങ്സ് ആണ്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ആളാണ് എന്ത്? ഗോഡ്. അല്ലെങ്കിൽ വൈറ്റ് കളറിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ വൈറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് നോട്ട് ഡാർക്ക്, ബ്ലാക്ക്. അപ്പൊ ബ്ലാക്ക് എന്താണ്? ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ എന്തിന്റെയൊക്കെ റെപ്രസെന്റേറ്റീവ് ആണ്. വൈറ്റ് അതൊന്നും അല്ല എന്ന് പറയുക. അപ്പൊ അവനൊന്നിനെ തന്നെ കുറെ കൂടെ ഹൈറ്റൻ ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത്? അതറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതർ ആസ് എ ഡിഫൈനിങ് ഡിഫറൻസ് ഫ്രം വൺ സെൽഫ് സോ ആസ് ടു അച്ചീവ് മീനിങ്, വിസിബിലിറ്റി, എഫക്ടിവിറ്റി. അപ്പൊ നമ്മൾ ഗോഡിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിലോ മോർണിംഗിനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് മീനിങ് കിട്ടണമെങ്കിൽ ഗോഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈവിളിനെ കുറിച്ച് പറയും. അല്ലെങ്കിൽ ഗോഡ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു വിസിബിലിറ്റി കുറെ കൂടെ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഈവിൾ എന്ന് പറയുന്ന ഒരു ഐഡിയ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എഫക്ടിവിറ്റി ആളുകളിലേക്ക് അത് കൂടുതൽ എത്തണമെങ്കിലും എന്ത് വേണം? ഒരു ഐഡിയ അതറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹൗ മൂവ് റിസെമ്പിൾസ് എഫ്.ആർ. ലെവിസ്. എഫ്.ആർ. ലെവിസ് ന്യൂ ക്രിട്ടിക് ആണ്, ന്യൂ ഫോർമലിസ്റ്റ് ക്രിട്ടിക് ആണ് എഫ്.ആർ. ലെവിസ്. അപ്പൊ എഫ്.ആർ. ലെവിസിന്റെ ഒരു ടാക്ടിക്സും ഇത് തന്നെയായിരുന്നു, ഒരു അതറിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ കാതറിൻ വെൽസി പണ്ട് എഫ്.ആർ. ലെവിസിനെ കുറെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വാട്ട് ഹാസ് ആക്ച്വലി ഓവർ ദ കോഴ്സ് ഓഫ് ടൈം ഇസ് ദാറ്റ് കാതറിൻ വെൽസി ഈസ് റിസെംബ്ലിംഗ് എഫ്.ആർ. ലെവിസ് ബൈ അറ്റംപ്റ്റ്സ് ടു ക്രിയേറ്റ് ഒരു അതറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർ പറയുന്നത് എന്താണ്? ഇപ്പൊ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകളും ന്യൂ ഹിസ്റ്റോറിസിസ്റ്റുകളും ഇംഗ്ലീഷ്, അതായത് ട്രഡീഷണൽ ക്രിറ്റിസിസം ഫോളോ ചെയ്യുന്നവർക്ക് ആരാണ്? അതറാണ്. മനസ്സിലായില്ലേ? അതായത് ട്രഡീഷണൽ ക്രിറ്റിസിസം ആണ് നല്ലത്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാം കുറച്ച് മോശമാണ്. അപ്പൊ അതിന് ഒരു അതറിങ് പ്രോസസ്സാണ് പലപ്പോഴും കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾക്ക് നേരെ നടക്കുന്നതെന്നാണ് ജോണാഥൻ ഡോളുമോർ തുടക്കത്തിൽ തന്നെ ആലോചിച്ച് വെക്കുന്നത്. Jonathan Dolomore doesn't believe that real struggle is somewhere else than in the text. അപ്പൊ ജോണാഥൻ ഡോളുമോർ വിശ്വസിക്കുന്നില്ല ടെക്സ്റ്റിന് വെളിയിലാണ് എല്ലാ സ്ട്രഗിളൊന്നും, അങ്ങനെ വിശ്വസിക്കുന്നില്ല. But instead he says that many struggles are not textual and involve a struggle in and for representation. അപ്പൊ എല്ലാ സ്ട്രഗിളും ടെക്സ്റ്റുവൽ അല്ല, ടെക്സ്റ്റിന്റെ അകത്തും സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ എല്ലാ സ്ട്രഗിളിന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് എന്താണ്? This is a struggle for in and for a representation. റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ് എല്ലാ സ്ട്രഗിളും നടക്കുന്നത്. ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ഹൗ വിമൻ ആർ ബീയിങ് റെപ്രസെന്റഡ്
and how women want them to be represented. സ്ത്രീകൾക്ക് എങ്ങനെയാണ് അവരവരെ റെപ്രസെന്റ് ചെയ്ത് കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ചിത്രീകരിക്കുന്നത്. സ്ത്രീകൾ എന്നും ബുദ്ധിയില്ലാത്തവരാണ്, എന്നും വികാരങ്ങൾക്ക് മാത്രം അടിമപ്പെടുന്നവരാണ്. സോ ഇപ്പൊ നമ്മള് റീസെന്റ് വിൽ സ്മിത്ത് അടി കൊടുത്ത കേസ്, ഇപ്പൊ ആക്ച്വലി വിൽ സ്മിത്തിന്റെ വൈഫിനെയാണ് കളിയാക്കിയത്, ബോഡി ഷേമിങ് ചെയ്തത്. പക്ഷെ ആ വൈഫ് വളരെ കൂൾ ആൻഡ് കാം ആയിട്ട് നിന്നു. ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് എ മാൻ ഹു ലോസ്റ്റ് ഹിസ് കൺട്രോൾ ഓവർ ഹിസ് ഇമോഷൻ. അപ്പൊ എപ്പോഴും എങ്ങനെയാണ് ഇമോഷണൽ ബീയിങ്സ് എന്ന് പറയുന്ന വിളിക്കുന്ന സ്ത്രീകളെക്കാട്ടിലും ടു ഇമോഷണൽ ആയിട്ട് പെരുമാറിയത് മെന്നല്ലേ. അപ്പൊ എങ്ങനെയാണ്, അപ്പൊ ആ ഒരു റെപ്രസെന്റേഷൻ എത്രയോ റോങ് ആണ്, അങ്ങനെ സ്ത്രീകൾ ഇമോഷണൽ ആണെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റെപ്രസെന്റേഷൻ തെറ്റാണ്. അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള റെപ്രസെന്റേഷൻ ആണ് സ്ത്രീകൾക്ക് വേണ്ടത്? ഇത് തന്നെ നമ്മൾ ദളിത്സിന്റെ കാര്യത്തില്, ബ്ലാക്കിന്റെ കാര്യത്തിലെല്ലാം ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ റെപ്രസെന്റേഷനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വാട്ട് വി നീഡ് ഇസ് a theory like cultural materialism, a struggle in and for representation. J.D. remarked that his account of cultural materialism is based on theoretical developments of recent years. Textuality is always potentially unstable. അപ്പൊ ഡോളിമോർ പറയുന്നുണ്ട്, അപ്പൊ കാതറിൻ ബെൽസി നേരെ പറഞ്ഞില്ല റീസെന്റ് ഡെവലപ്മെന്റ്സ് ഒന്നും ഇപ്പൊ പറയുന്നില്ലായിരുന്നു. ബട്ട് ആക്ച്വലി his account is based on theoretical developments of recent years, and textuality is potentially unstable. Textuality unstable ആണ്. അത് കാര്യത്തോട് അടുക്കുന്നതോട് നമുക്ക് മനസ്സിലാവും ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി കുറവ് നമുക്ക് കാണാൻ സാധിക്കും. Catherine Belsey's account of how culture becomes a place where norms are specified, contested, knowledge is affirmed, and challenged, and subjectivity produced and disrupted is too limited. But Catherine Belsey in culture define the culture is a place where norms are specified and contested. So there are certain people who specify the norms, certain to question those norms, certain people who prescribe the knowledges, but those knowledges are being challenged. There are certain subjective productions are also there, but this definition is too limited according to Jonathan Dulemo. Traditional Marxism left out and disavowed many crucial things, gender and marginality. Political Shakespeare addressed this and shows how it transformed traditional Marxism. Catherine Belsey is actually viewing cultural materialists as some kind of Marxist, അല്ലെങ്കിൽ vulgarized മാർക്സിസ്റ്റുകൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെയാണ് കാണുന്നത്. പക്ഷെ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റിൽ പറയുന്നത് വി ആർ നോട്ട് ആക്ച്വലി മാർക്സിസ്റ്റ്. ട്രഡീഷണൽ മാർക്സിസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഏരിയകൾ വിട്ട് കളഞ്ഞുമാണ്. ജെൻഡർ ആൻഡ് മാർജിനാലിറ്റി, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമൊന്നുമില്ല. അവരെല്ലാ തരം ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞെങ്കിലും they never spoke about ജെൻഡർ ഓപ്പറേഷനും മാർജിനാലിറ്റി. ഇന്ത്യയിൽ ഇപ്പൊ ദളിത്സിന്റെ ഇഷ്യൂ ഒന്നും അങ്ങനെ അവർ അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് കേരളത്തിലൊരു നമ്മുടെ ദേവസ്വം മന്ത്രിയെ നിർത്തി എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അത്തരം ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ കൾച്ചറൽ മെറ്റീരിയലിസ്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഷേക്സ്പിയറിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഈ പറഞ്ഞ ഷേക്സ്പിയറിന്റെ ടെക്സ്റ്റിലെ ഓരോ ജെൻഡർ റെപ്രസെന്റേഷൻസിനെ കുറിച്ച് വളരെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ടെക്സ്റ്റ് ആണ് ഇവര് രണ്ടുപേരും. പൊളിറ്റിക്കൽ ഷേക്സ്പിയർ addressed this and shows how it transformed traditional Marxism. Okay, so dominant social formations can and do reconstitute themselves around the self-same contradictions that destabilize them. Dominant social formations എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പവർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഫോർമേഷൻസ്. അവരെപ്പോഴും എന്താ ചെയ്യുക, അവരെപ്പോഴും ഡോമിനന്റ് സോഷ്യൽ ഫോർമേഷൻസ് എപ്പോഴും ഇങ്ങനെ ഒരു അതറിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരെ തന്നെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അതർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തില് ഈ അതർ ചിലപ്പോ കുറെ നാൾ കഴിയുമ്പോഴത്തേനും ഒരു പവറിലേക്ക് വരാം. അപ്പൊ ഇവർ അടുത്ത അതറിനെ ക്രിയേറ്റ് ചെയ്യും. സപ്പോസ് ഇപ്പൊ എന്താണ്, ഇപ്പൊ കുറച്ചു നാള് വൈറ്റ് ആണ് പവറിൽ ഇരിക്കുന്നതെങ്കിൽ കുറെ നാൾ കഴിയുമ്പോഴത്തേനും ബ്ലാക്ക് പവറിലേക്ക് വരുന്നു. ഇപ്പൊ ബ്ലാക്ക് പവറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ബ്ലാക്ക് എന്ത് ചെയ്യും, പിന്നെ വൈറ്റിനെയാണ് അതറാക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അതറിനെ അവര് കൊണ്ടുവരും. അപ്പൊ എന്ത് പറ്റും, അപ്പൊ ഇതിലിരിക്കുന്ന ഈ റെപ്രസെന്റേഷൻസിൽ എപ്പോഴും അധികാരത്തിലിരിക്കുന്ന വൈറ്റിന്റെ റെപ്രസെന്റേഷൻ ആയിരിക്കില്ല അധികാരമില്ലാത്ത വൈറ്റിന്റെ റെപ്രസെന്റേഷൻ. ഇതിൽ രണ്ടിലെപ്പോഴും കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. സെയിം കോൺട്രഡിക്ഷൻസ് ആർ destabilized. Instability can be a force of repression and liberation. How instability is represented becomes important. Power is dependent upon control of representation. So very important ആണ്. Power is dependent upon control of representations, and to destabilize representation is an important move. അധികാരമുള്ളവന് മാത്രമേ റെപ്രസെന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരാളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, ഒരാളെ എങ്ങനെ നമ്മൾ ചിത്രീകരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അധികാരത്തിലുള്ളവരാണ്.
Clear ആയില്ലേ? And that is very important. And power is dependent upon control of representation, and to destabilize representation is an important move. അപ്പോൾ പവറിൽ ഇല്ലാത്തവർക്ക് മാത്രമേ ഈ റെപ്രസെന്റേഷൻസിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മൂവ്. ഫെമിനിസം തന്നെ അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മൂവ്മെന്റ്സ് തുടങ്ങുന്നിടത്തു നിന്നാണ് കൈൻഡ് ഓഫ് എന്ത് വരുന്നത്, റിയാക്ഷൻ വരുന്നത്. ഓക്കെ, but it rarely disempowers controlling interest, provokes them into reaction, and what then follows is usually a contest between unequally matched contenders. അപ്പൊ എന്താന്ന് പറയാം, ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഫെമിനിസത്തിനെ കുറിച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്നത് മെന്നാണ്. പക്ഷെ എന്ന് വിചാരിച്ച് മെന്നിനെ ആക്ച്വലി ഇത് ബാധിക്കുന്നില്ല. അവര് എന്താണ്, ഇറ്റ് ഇസ് റെയർലി ഡിസംപവേഴ്സ് കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇപ്പൊ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ഓച്ചെടുക്കുന്നു, വേളെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെൻഫോക്കിന് അതൊരു വലിയ വിഷയമേ ആകുന്നില്ല. ആൻഡ് ഡസ് നോട്ട് പ്രൊവോക്ക് ദം ഇൻ ടു റിയാക്ഷൻ. അവർ അതിനെതിരെ റിയാക്ട് ചെയ്യാനും പോകുന്നില്ല. ആൻഡ് വാട്ട് ദെൻ ഫോളോസ് ഇസ് യൂഷ്വലി എ കോntest between unequally matched contenders. അതായത് മെൻഫോക്കിന്റെ ഒരു ഇൻട്രസ്റ്റ് അല്ല വിമണിനുള്ളത്. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാത്തത് കാരണം ഒരു ഈക്വൽ പ്ലെയിനിൽ നിന്നുകൊണ്ടുള്ള ഫൈറ്റ് ഒരിക്കലും അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇൻ ബ്രിട്ടീഷ് പബ്ലിക് അറീന ക്രൈസിസ് ഇസ് റിപ്പീറ്റഡ്ലി റിഹേഴ്സ്ഡ് ഇൻ വേസ് വിച്ച് കണ്ടെയ്ൻ ഇറ്റ്. ബ്രിട്ടീഷ് പബ്ലിക് ഏരിയയിൽ എപ്പോഴും ഒരു ക്രൈസിസ് ഉണ്ട്, അതിങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇടയ്ക്കൊന്നും നിർത്തി വെക്കും, പക്ഷെ പിന്നെ അത് പൊങ്ങി വരും. അതിന്റെ എക്സാമ്പിൾ ആണ് JD cites the example of sexual atrocities committed inside the family. ഫാമിലി എന്ന് പറയുന്നത് വളരെ വലിയൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഈ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒത്തിരി സെക്ഷൽ അട്രോസിറ്റീസ് നടക്കുന്നുണ്ട്. ബട്ട് ഫാമിലി ഈസ് നെവർ ക്വസ്റ്റ്യൻ. ആരും ഫാമിലിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ക്ലിയർ ആയില്ലേ? ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യം എന്താണെന്ന് അത്തരം ചർച്ചകളൊന്നും ഒരിക്കലും സംഭവിക്കുന്നില്ല. Those who question it are castigated as 60s left over. 60s എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ കൂടുതലും. അപ്പൊ ഇവര് ഫാമിലി വേണ്ട എന്ന് പറയുന്നവരെ ഏതോ പഴഞ്ചൻ ആൾക്കാർ അവരാ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ റിബൽസ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണ്. അവർ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുവരുന്നത്. We have to attend not only to contradictions but to the disavowals and displacements that reconstitute the instability generated by contradictions relative forces of repression. അപ്പൊ എപ്പോഴും നമ്മൾ എന്താണ്, ഈ കോൺട്രഡിക്ഷൻസ് മാത്രം കണ്ടാൽ പോരാ, പക്ഷെ ഈ കോൺട്രഡിക്ഷൻസിന്റെ ഇടയിലും മാറാതെ നിൽക്കുന്നതോ അല്ലെങ്കിൽ റിപ്രഷന്റെ പുതിയ ഫോഴ്സസ് അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആ ഒരു ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നത് ഇങ്ങനെയാണ്. ഫോഴ്സസ് ഓഫ് റിപ്രഷൻ ക്യാൻ ചേഞ്ച് ഓവർ ടൈം ആൻഡ് സിറ്റുവേഷൻസ്. അതെപ്പോഴും ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, we'll begin the next heading in the next video. Okay, അപ്പൊ ഇതൊന്ന് കേട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.